സൗന്ദര്യവർദ്ധക ചികിത്സകൾക്ക് വലിയ പ്രചാരമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അങ്ങനെ പ്രചാരം നേടിയ ഒരു ക്ലിനിക്കിൽ മൂക്കിൻ്റെ എല്ലിൻ്റെ വളവ് നേരെയാക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ഒരു യുവതിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരവസ്ഥയാണ്. സർജറി കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. ഇപ്പോഴും അണുബാധയുണ്ട്. മറ്റ് 2 യുവതികൾ കൂടി സമാന പരാതിയുമായി രംഗത്തെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്പ്യാർ ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. 6 മാസത്തോളം ഞാൻ ഈ ക്ലിനിക്കിന് മെസ്സേജ് അയച്ചു. എൻ്റെ ഓരോ എനിക്ക് എന്ത് ഇപ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പെയിൻ ആണെങ്കിലും എല്ലാം ഞാൻ ഇവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല റിപ്ലൈ ഒന്നുമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഇവർ അത് ശരിയാവും, അത് നോർമലാണ്, നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യൂ, 2 മാസം വെയിറ്റ് ചെയ്യൂ, അങ്ങനെ ഇവരെന്നെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം ഇത് പറഞ്ഞു. ഞാനത് ഇവർ തന്ന ഒരു ഹോപ്പിൽ ഞാൻ നിന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, വീണ്ടും വീണ്ടും വേദന കൂടി വന്നു. എനിക്ക് ചിരിക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. എൻ്റെ നെർവ്സൊക്കെ ബ്ലോക്കാണ്, മൂക്കിൻ്റെ പാല് ശരിയായിട്ടില്ല എന്നൊക്കെ ഉള്ളത് അവിടുത്തെ ഇതിലുള്ള ചികിത്സയിലാണ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്ക് ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം മെഡിസിൻ എടുത്താലേ എൻ്റെ നെർവ്സൊക്കെ നോർമൽ ആവത്തുള്ളൂ. പിന്നെ ഇനി വീണ്ടും എനിക്കൊരു സർജറി കൂടെ വേണം. പാല നേരെയാക്കാൻ വേണ്ടി വീണ്ടും സർജറി വേണം. എന്നാലേ എനിക്ക് ശ്വാസം എടുക്കലൊക്കെ നോർമൽ ആവത്തുള്ളൂ. എനിക്കിങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലത്തെ സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സെപ്റ്റോപ്ലാസ്റ്റി, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സർജറി. എനിക്ക് സെപ്റ്റോപ്ലാസ്റ്റി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകുന്നത്. പിന്നെ ഡോക്ടർ താല്പര്യപ്രകാരമാണ് അതിൽ റൈനോപ്ലാസ്റ്റിയും കൂടെ ഡോക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പം അത് അന്ന് സർജറിയുടെ അന്ന് രാവിലെ ഡോക്ടർ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കീഹോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അന്ന് മോർണിംഗിൽ ഡോക്ടർ പ്ലാൻ മാറ്റിയിട്ടാണ് എന്നെ ഓപ്പൺ സർജറി ചെയ്യുന്നത്. അതും ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട്. എന്നോട് ജനറൽ അനസ്തേഷ്യ തരുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളി കൊടുത്തേക്കുന്ന പരസ്യം എന്താണ് ശരിക്കും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പല തരത്തിലുള്ള ചികിത്സകൾ പുള്ളി ചെയ്യുന്നുണ്ട്. സ്കിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പുള്ളി ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്, ഇതെല്ലാം ആ ഒരു ഇതിലാണ് പോയത്. തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞ പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ രൂപത്തിലാണ് പുള്ളിയുടെ പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പരാതിക്കാരി തന്റെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഡോക്ടർ വരുൺ നമ്പ്യാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി നവമി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ ഇതിനു മുൻപും പല പരാതികളും ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഈ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു എന്ന രീതിയിലുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നു വന്നിരുന്നത്. പക്ഷെ ഇതൊരു ഏറെ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, സാധാരണ ഇതുപോലുള്ള ഒരു ദുരനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും പരാതിയുമായി മുന്നോട്ട് പോകില്ല. കാരണം പോലീസുകാർ തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, നിങ്ങൾ ഈ സൗന്ദര്യവർദ്ധക ചികിത്സയുടെ പേരിലല്ലേ പോയത്, അല്ലാണ്ട് മറ്റു ഒരു ഗുരുതരമായ രോഗം ചികിത്സിക്കാൻ വേണ്ടി അല്ലല്ലോ പോയത്. സ്വന്തം വീട്ടുകാർ പോലും ചോദിക്കും. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കും അങ്ങനെയൊരു തോന്നലുണ്ടാകാം. പക്ഷേ ഈ യുവതി അവരുടെ മൂക്കിൻ്റെ വളവ് അത് കാരണം അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് നമ്മുടെ കേരളത്തിൽ മറ്റ് പ്രമുഖ ആശുപത്രികൾ പോയപ്പോൾ അതിന് വലിയ ഒരു ചികിത്സാ ചെലവ് ആവശ്യമാണ്, അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വലിയ ചെലവ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടർ വരുണിൻ്റെ ക്ലിനിക്കിൽ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് അവർ കഴിഞ്ഞ 1 വർഷത്തോളമായി വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. മൂക്കിൽ അണുബാധ ഉണ്ടാകുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വരുണിനെ സമീപിച്ചു, പോലീസിനെ സമീപിച്ചു. ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. വരുൺ ഇവർക്കെതിരെ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ കുറേ നാളുകളായി ഈ യുവതി വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് പോലീസ് പരാതി സ്വീകരിച്ചിരിക്കുന്നത്, എഫ്ഐആർ ഇട്ടത്. എന്താണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം? ആ യുവതി തന്നെ നമ്മളോട് സംസാരിച്ചതനുസരിച്ചിട്ട് അവരുടെ മൂക്കിലെ വളവ്, അതായത് മൂക്കിന്റെ ഭിത്തി വളഞ്ഞിരിക്കുന്നത് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വളവുകൾ ഉണ്ടാകുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകും, അത് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് അവർ ഈ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ശസ്ത്രക്രിയയാണ്. അപ്പോൾ അത് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയാണ് ഇവർ നമ്പ്യാർ ക്ലിനിക്കിനെ സമീപിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് മൂക്കിന്റെ ആകൃതി മാറ്റുകയും അതിന് രൂപഭംഗി വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു
തരം സർജറിയാണ്. ഇതുകൂടിയാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ റൈനോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്ത ഡോക്ടറാണ്. അതേസമയം ഇവർ ആദ്യത്തെ മൂക്കിലെ വളവ് പ്രത്യേകിച്ച് ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ക്ലിനിക്കിനെ സമീപിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കണ്ട് പരിചിതനായ ഒരു ഡോക്ടറാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിരന്തരം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്ലിനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന വിശ്വാസ്യതയെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഈ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഇത്തരം ശസ്ത്രക്രിയകൾക്ക് മറ്റു ഹോസ്പിറ്റലുകൾ വലിയ തുക ഈടാക്കുന്ന സാഹചര്യത്തിൽ കയ്യിൽ ഒതുങ്ങുന്ന ഒരു തുകയിൽ ഈ ശസ്ത്രക്രിയ ചെയ്ത് തീർക്കാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ക്ലിനിക്കുകളെ സമീപിക്കുക സ്വാഭാവികമായ ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് ശേഷം, അതായത് ഈ മെൽറ്റ് ചെയ്തു പോകുന്ന സ്റ്റിച്ചാണ് ഇതിൽ ഇട്ടിരിക്കുന്നതെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു വലിയ ശസ്ത്രക്രിയ ആണെങ്കിൽ അത്തരം സ്റ്റിച്ചുകൾ തന്നെ പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം ഈ മുറിവ് കരിയുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്തോടൊപ്പം തന്നെ അലിഞ്ഞു പോകുന്നതാണ് ഈ സ്റ്റിച്ചുകൾ. പക്ഷേ ഇത് ഈ ഒരു വലിയ സർജറിയാണ്. ആ സർജറിക്ക് അതായത് സർജറിയിലൂടെ ഉണ്ടാകുന്ന മുറിവ് കരിയാൻ ഒരു സ്വാഭാവിക മുറിവിനേക്കാൾ, അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് കീറുന്നതോ അതുപോലത്തെയുള്ള സ്വാഭാവികമായ മുറിവിനേക്കാൾ കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. അത് ഇന്റേണൽ മൂക്കിന്റെ അകത്തുള്ള പേശികളും ഞരമ്പുകളും ഒക്കെ കട്ട് ചെയ്ത അത്തരത്തിലുള്ള ഒരു സർജറി നടക്കുമ്പോൾ അത് കീറാൻ സമയമെടുക്കും. ആ സമയത്തേക്ക് വേണ്ടി വരുന്നത് ഒരു ഈ തരത്തിൽ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ച് അല്ല എന്നുള്ളത് ഒരു നോർമൽ അറിവാണ്. ഡോക്ടർമാരോട് സംസാരിച്ചപ്പോഴും സർജന്മാരോട് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു തുന്നലിടുന്നത്, അത് തുന്നലെടുക്കുക എന്നുള്ളതൊരു പ്രൊസീജിയറാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം അപ്ഡേഷൻസ് ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇത്തരം സർജറി ചെയ്യുമ്പോൾ അടുത്ത നമ്മുടെ സിറ്റിംഗ് എന്നാണ് എന്നുള്ള കാര്യത്തിൽ, അടുത്ത റിവ്യൂ എന്തെടുക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടാകും. ഏത് ദിവസം എടുക്കണം, ഏത് ദിവസം വരെ മെഡിക്കേഷൻ ഉണ്ടാവണം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യത ഉണ്ടാകും. അത് ഉണ്ടായിട്ടില്ല നമ്പ്യാസ് ക്ലിനിക്കിൽ നിന്നുള്ളതാണ് പ്രധാനമായും ഈ യുവതി മുന്നോട്ട് വയ്ക്കുന്ന പരാതി. അതിനുശേഷം ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അത് മുറിവ് കരിഞ്ഞില്ല. ഈ ഒരു വർഷമായിട്ടും കഴിഞ്ഞ ദിവസം ആ യുവതി നമ്മളെ കാണാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലായതാണ്. അവരുടെ സർജറി ചെയ്തിട്ടുള്ള ഫോട്ടോസ്, നമ്മൾ ആ സമയത്തെ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് എത്ര തീവ്രമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നുപോയതെന്നുള്ളത്. മാത്രമല്ല, ലോക്കൽ അനസ്തേഷ്യയാണ് ഈ വലിയ സർജറിക്ക് നൽകിയത്. അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് ഈ 3 മണിക്കൂർ സർജറിക്ക് പറഞ്ഞിരുന്നത് 3 മണിക്കൂറാണ്, സർജറി ചെയ്യാനെടുത്തത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറും ആ യുവതി ആ വേദന മുഴുവൻ സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞപ്പോൾ പോലും ലോക്കൽ അനസ്തേഷ്യ നൽകുന്ന ഒരു പ്രൊസീജിയറിലേക്കാണ് കടന്നത്, സെഡേഷൻ അല്ല നൽകിയിരുന്നത് എന്നുള്ളത് അവർ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം വലിയ സർജറിക്കൊക്കെ ഈ അനസ്തേഷ്യ നൽകുന്ന ഒരു സാഹചര്യം കൂടി. ഇത്തരം നോർമലി ഒരു ശസ്ത്രക്രിയയ്ക്ക് പാലിക്കേണ്ടുന്ന മിനിമം മര്യാദകൾ ഈ ഹോസ്പിറ്റൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പരാതി. അതിനുശേഷം ഇപ്പോഴും ആഫ്റ്റർ കെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോഴും ആ പെൺകുട്ടിയുടെ മൂക്കിൽ നിന്ന് ദുർഗന്ധമുള്ള ഒരു സ്രവം ഉണ്ടാകുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മറ്റൊരു ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സ്റ്റിച്ച് ഇപ്പോഴും എടുക്കാനുണ്ട്, സ്റ്റിച്ചിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആ മൂക്കിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ അവർ റിമൂവ് ചെയ്ത ശേഷം ഈ നെർവ്സ് കംപ്ലീറ്റ് കട്ടായി എന്നുള്ളതാണ്, മൂക്കിലേക്കുള്ള നെർവ്സ് കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന അതായത് ഒരു വിശ്വസനീയം എന്ന് തോന്നിയ ഒരിടം അവർ ഓപ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായുള്ള ഒരു തെറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഡോക്ടർ നമ്മളോട് പറഞ്ഞത്, ഡോക്ടർക്ക് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് 15 ലക്ഷം രൂപ തന്നാൽ ഇതിന് പിന്നാലെ നടക്കാതിരിക്കാം എന്നുള്ള പരാതിയും അത്തരത്തിൽ ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട കോപ്പി ഡോക്ടർ നമുക്ക് തന്നിരുന്നു. ഈ FIR രജിസ്റ്റർ ചെയ്തത് മാർച്ച് 10-നാണ്, 2026 മാർച്ച് 10-നാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടി മെയിൽ അയച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ആരോഗ്യ മന്ത്രാലയത്തിന് മെയിൽ അയച്ചിട്ടുണ്ട്. ഇവരുടെ പരാതി സ്വീകരിച്ചതായി മന്ത്രാലയത്തിൽ നിന്നും ഇവർക്ക് മറുപടി കത്ത് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഇതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഡോക്ടർ ഒരു പരാതി നൽകിയത് എന്നുള്ള കാര്യത്തിൽ, അങ്ങനെ ഒരു കാര്യത്തിൽ ഇവിടെ ഇത്രയും നാളുകളായി ഇവർ നിയമപോരാട്ടം നടത്തുകയാണ്. കാരണം വലിയ തുക അന്ന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നു. അതിനുശേഷം തുടർ ചികിത്സയ്ക്ക് അതിനധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അവർക്ക് ജോലി പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോഴും ആ യുവതി അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ പോലീസ് കുറേ നാളുകളായി, അത് വലിയ നിയമപോരാട്ടങ്ങൾ നടത്തിയ ശേഷമാണ് കടവന്ത്ര പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. അതിനുശേഷം ഡോക്ടർ വരുണിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ന്യൂസ് 18 പ്രതികരണം ആരാഞ്ഞപ്പോൾ പോലും ഈ യുവതിക്ക് നേരെ, യുവതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്? ഇയാൾക്ക് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണോ? ഇങ്ങനെ പല രീതിയിൽ
ഇവർക്കെതിരെയും നേരത്തെ കേസ് കൊടുത്തിരുന്നു, യുവതിക്കെതിരെ നേരത്തെ കേസ് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ സ്വാധീനമുള്ള ആളുകൾക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനം എത്രത്തോളം മോശമായിട്ടാണ് ഇരകളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്നു. ഇത് ആഭ്യന്തര വകുപ്പൊക്കെ ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഡോക്ടറെ എടുത്തു പറയുന്നുണ്ടത്രേ, എനിക്ക് സ്വാധീനമുണ്ട്, താൻ എവിടെ കേസിൽ പോയാലും അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പരാതിക്കാരി സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. പക്ഷേ ടോം പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഈ സാക്ഷ്യപ്പെടുത്തൽ ഉറപ്പിക്കുന്ന തരത്തിലാണ് കടവന്ത്ര പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം നിരന്തരം ഒരു യുവതി അവരുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം ഒരു ശസ്ത്രക്രിയക്ക് ചെലവാക്കുന്നു, അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകുന്നു, അതിന് യാതൊരു തരത്തിലുള്ള പിന്തുണയും നൽകാത്ത ഒരു ആശുപത്രി, അല്ലെങ്കിൽ ഒന്നുകിൽ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നൽകുക, അതല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് ചെലവായ തുക നൽകുക, അതല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നിട്ടും ഇതിനൊന്നും ശ്രമിക്കാതെ ഇത് വീണ്ടും വീണ്ടും അത് വന്നാലൊരു ഇഞ്ചക്ഷൻ തരാം, അതല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയയുടെ മറ്റ് ഫോളോ അപ്പുകൾ ചെയ്യാതെ അതിനെ കൂടുതൽ എത്രത്തോളം മോശമാക്കാം അത്രത്തോളം മോശമായ ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീയുടെ മൂക്കിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം തന്നെ മറ്റ് രണ്ട് പരാതിക്കാരെ കൂടി ഞാൻ ബന്ധപ്പെട്ടിരുന്നതാണ്. ഒരാൾ ഹൈക്കോടതിയിൽ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട്, അത് മലപ്പുറം സ്വദേശിയാണ്, അവര് പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതും വളരെ നേരത്തെ, കഴിഞ്ഞ ഒരു വർഷമായി ഇതിന്റെ പരാതികൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നുണ്ട്. ഈ അവരുടെ പരാതി അവർക്ക് ഫേസ് ലിഫ്റ്റിംഗ് ആണ് ചെയ്തത്, അത് അവരുടെ മോഡലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫേസ് ലിഫ്റ്റിംഗ് ചെയ്തു, സൗന്ദര്യവർദ്ധക ചികിത്സ തന്നെയാണ്, ഫേസ് ലിഫ്റ്റിംഗ് ചെയ്തു. പക്ഷെ തുടർന്ന് അവർക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന മുഖം മുഴുവൻ നീര് വെച്ച് പുറത്ത് കാണിക്കാൻ പറ്റാത്ത തരത്തിലായി എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. ഇവരുടെ കരിയർ പോലും ഇല്ലാണ്ടാവുന്ന തരത്തിലേക്ക് അത് മാറി. ഇപ്പോൾ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവർ എന്തുദ്ദേശിച്ചിട്ടാണോ അത് ചെയ്തത് അതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. ആ കേസാണ് ഇപ്പോഴും നടക്കുന്നത്. മറ്റൊരു പരാതിക്കാരിയുടെ പരാതി എന്ന് പറയുന്നത് അവരുടെ ഈ മുഖത്ത് കെമിക്കൽ പീലിംഗ് ചെയ്തതാണ്. കെമിക്കൽ പീലിംഗ് ചെയ്ത് ഒരുപാട് റാഷസും നീരും ഒക്കെ വന്നു, അത് പ്രശ്നമായി. പിന്നീട് അവർ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അവിടെ വെച്ച് ഇയാളെ വിളിച്ച ശേഷം അവരോട് വിളിച്ച് പറഞ്ഞു, ഈ പരാതിക്കാരിക്ക് അതായത് ശസ്ത്രക്രിയക്ക് ചെലവായിട്ടുള്ള പണം തിരികെ നൽകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അവർ അടച്ച തുക, നഷ്ടപരിഹാര തുക എന്നല്ല, അവർ അവിടെ ശസ്ത്രക്രിയക്ക് വേണ്ടി അടച്ച തുക അവർ തിരികെ നൽകി അത് പരിഹരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ ഇനി ആ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നിട്ടുള്ള 3 പേർ ആണ് പരാതിക്കാരായിട്ട് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച യുവതിയുമായി നിരവധി പേരാണ് ഇത്തരം പരാതികളുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. അങ്ങനെയാണ്. അത് മാത്രമല്ല IMAയുടെ ഈ വ്യാജ ചികിത്സ നടത്തുന്ന ആൾക്കാരെ അത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ പത്മനാഭൻ. അദ്ദേഹത്തെ ആ സമയത്ത്, അതായത് അദ്ദേഹം മുൻ ചെയർമാനാണ്, ഈ IMAയുടെ ഈ ബോർഡിന്റെ ചെയർമാനാണ്. ആന്റി ക്രോക്കറി ബോർഡ് എന്നാണ് പറയുന്നത് തന്നെ. ആ ബോർഡിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മുന്നിൽ ഈ മലപ്പുറം സ്വദേശിയുടെ പരാതി എത്തുകയും അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഈ ഡോക്ടർ വരുണിനെതിരായിട്ടുള്ള തെളിവുകൾ 2015 വരുൺ MDS പാസ്സായിട്ടുള്ളത്. അതേസമയം തന്നെ 2015 ശേഷമാണ് ഈ കരിക്കുലത്തിൽ, അത് MDSകാർക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാണ്. അതായത് ഈ മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുന്ന ഓറൽ മാക്സിലോഫേഷ്യൽ സർജറിയും അതുപോലെ റൈനോപ്ലാസ്റ്റിയുമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇതൊക്കെ മുഖവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മുഖത്തിന്റെ മസിൽസുമായി ബന്ധപ്പെട്ടും എല്ലുകളുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെയാണ്, MDSന് ചെയ്യാൻ കഴിയുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെ. പക്ഷെ അത് ആ സിലബസിൽ ഇദ്ദേഹം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഡോക്ടർ പത്മനാഭൻ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഡോക്ടർ വരുൺ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആ കരിക്കുലത്തിൽ അതുണ്ടായിരുന്നു, ഞാൻ പഠിച്ചതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആരോഗ്യവകുപ്പും ആഭ്യന്തര വകുപ്പൊക്കെ അടിയന്തര ശ്രദ്ധയോടെ എടുക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൗന്ദര്യവർദ്ധക ചികിത്സയുടെ പേരിൽ പല തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. യോഗ്യതയില്ലാത്തവരാണ് ഇത്തരം ചികിത്സ നടത്തുന്നത്. അത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സൗന്ദര്യവർദ്ധക ചികിത്സ, പല തട്ടിപ്പുകളും. അതായത് BDS കഴിഞ്ഞ ആളുകളാണ് ഇത്തരം ചികിത്സ, അവർക്ക് ഈ രീതിയിലുള്ളൊരു കോഴ്സുകളുമുണ്ട്. പക്ഷെ അതുപോലും ചെയ്യാതെ, വേണ്ട ഇതിലുള്ള യോഗ്യതയില്ലാതെ ഇത്തരം ചികിത്സ നടത്തുന്നവരാണ്, അവരുടെ മുന്നിൽപ്പെടുന്നവരാണ് പലപ്പോഴും ചതിക്ക് ഇരയാകുന്നത്. ഈ നമ്പ്യാർ ക്ലിനിക്കിനെതിരെയും അന്വേഷണം ആവശ്യമാണ്. ഇതുപോലെ കൂടുതൽ ആളുകൾ
ഇരകളാകപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും തയ്യാറാകേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.